നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് കാണുക. ചേച്ചിയുടെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, സിനിമയിലും സീരിയലിലും ഒക്കെ ആയിട്ട് ഒത്തിരി കണ്ടിട്ടുണ്ട്. ശരിക്കും എനിക്ക് ആദ്യം ചേച്ചിയോട് ചോദിക്കുന്നത്, ടച്ച് വുഡ് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ടച്ച് വുഡ് പറയട്ടെ, ചേച്ചിയുടെ ഈ എനർജി എങ്ങനെയാണ് കിട്ടുന്നത്? എന്താ പറയാ, ഞാൻ ഒരു ചെറുപ്പം ഒരു 10 വയസ്സിൽ തുടങ്ങി ഞാൻ കലാകാരിയാണ്. ചവിട്ടം കളിക്കണ. പിന്നെ നമ്മൾ എന്തോ ഒരു കലയിൽ ചെല്ലുമ്പോഴേക്കും ഞാൻ അറിയാതെ കൊണ്ട് തന്നെ ഞാൻ അഭിനയിച്ചു പോകുന്നത്. സത്യത്തിൽ ഞാൻ തന്നെയാണ് അഭിനയിക്കണമെന്ന് എനിക്ക് തന്നെ ഒരു പിടി കിട്ടുന്നില്ല. ശരിക്കും ചേച്ചിയെ ക്യാരക്ടറിലേക്ക് ഉൾക്കൊണ്ട് നല്ലോണം ശരിക്കും അഭിനയിച്ചു പോകും ഞാൻ. ഓ, അപ്പൊ ചേച്ചി ആദ്യം നാടകത്തിലൂടെയായി തുടക്കം കുറിക്കുന്നത്. എങ്ങനെയാ ഫസ്റ്റ് നാടകത്തിലേക്ക് വരുന്നത്? ചേച്ചി എങ്ങനെയാ ഫസ്റ്റ് വരുന്നത്? ഫസ്റ്റ് വരുന്നത് പറഞ്ഞാൽ എൻ്റെ അപ്പച്ചൻ്റെ അപ്പച്ചൻ, പിന്നെ മറ്റുള്ള കാരണന്മാരെല്ലാവരും നാടകക്കാരായിരുന്നു. അപ്പൊ ആ ഒരു വാത്സല്യമാണ് നമുക്ക് പകർന്നെനിക്ക് വളർന്നതിന്റെ ഇഷ്ടവും. അപ്പൊ അങ്ങനെ എനിക്ക് അങ്ങനെ തോന്നിയിട്ട് ഞാൻ ഒരു 10 വയസ്സിൽ ഞാൻ ചവിട്ടുകടക്കാരത്തിയായത്. ഇപ്പോഴും ഞാൻ ചവിട്ടാൻ കളിക്കുന്നുണ്ട്. ഇപ്പൊ എനിക്ക് 56 വയസ്സ് പ്രായമുണ്ട്. ഈ 56 വയസ്സിൽ ഞാൻ ചവിട്ടാൻ കളിക്കുന്നുണ്ട്. നാടകമല്ല അത്, ശരിക്കും ചവിട്ട് നാടകം എന്ന് പറയുമ്പോൾ ചേച്ചി ഇപ്പത്തെ പിള്ളേർക്ക് അത് മനസ്സിലാവുകയല്ല. അത് എന്താണ് ഈ നാടകവും ഈ ചവിട്ട് നാടകവും തമ്മിൽ അങ്ങനെ വ്യത്യാസം വരുന്നത്? നാടകം എന്ന് പറയുമ്പോൾ, സാമൂഹ്യ നാടകം എന്ന് പറയുമ്പോൾ നമ്മൾ നിന്ന് വെറുതെ ഡയലോഗ് മാത്രം പറഞ്ഞാൽ മതി. സിനിമയിലാണെങ്കിലും നമ്മൾ നിന്ന് ഡയലോഗ്സ് മാത്രം പറഞ്ഞാൽ മതി. ചവിട്ട് നാടകം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അതിൻ്റെ അകത്ത് ഇപ്പോൾ മോളയുമായിട്ടാണെങ്കിലും ഒരു കൂടിത്തെരുവുണ്ട്, ഒരു വിരുത്തമുണ്ട്, ഒരു താഴിനീശ, കൊച്ചകത്തൊങ്കല്, കൊച്ചകത്തള, ഇങ്ങനെയൊക്കെ ഓരോ വാക്കുകൾ അറിഞ്ഞ ഓരോ പാട്ടുകൾക്ക് ഓരോ രീതികളുണ്ട്. ഇതൊക്കെ ചേച്ചി പറഞ്ഞത് ഓരോ വാക്കുകളാണോ? അപ്പം നമ്മൾ അതനുസരിച്ച് നമ്മൾ പാടുകയും വേണം, നമ്മൾ അതനുസരിച്ച് അഭിനയിക്കുകയും വേണം, അതനുസരിച്ച് നമ്മൾ മുറകളെ ഔട്ടിയും വേണം. ഓ, അത് ശരിക്കും നമ്മൾ ഡാൻസ് പഠിക്കുന്ന പോലെ തന്നെ ഇത് പഠിക്കണം. ഓ, അത് ശരി. അപ്പൊ ഇപ്പോഴും ഇതൊക്കെ ഈ കലകളൊക്കെ ഇപ്പോഴും ഇല്ല ഈ സമയത്ത്? ഇപ്പോഴും ഒരുപാട് കലകൾ ഇപ്പോഴും നിലനിന്ന് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ പിള്ളേരെല്ലാം കൂടി എന്നാ ഇപ്പൊ വരയ്ക്കാണ്, ചേച്ചി നാടകം പഠിപ്പിക്കുക, ചേച്ചി നാടകം പഠിപ്പിച്ച്. ചേച്ചി ക്ലാസ് ഇടാത്ത എന്താ കുട്ടികൾക്ക്? എനിക്ക് ആഗ്രഹമുണ്ട് പിള്ളേരെ പഠിപ്പിച്ച്. പക്ഷെ ഇങ്ങനെ ഭയങ്കര പണച്ചെലവാണ് ഒരു നാടകം. നമ്മൾ സ്റ്റേജ് കയറണത് എങ്ങനെയെങ്കിലും 1 ലക്ഷം രൂപ ബാക്കി വേണ്ടി വരും നമ്മളാ സ്റ്റേജ് കയറണമെങ്കിൽ. എനിക്കൊരു ആഗ്രഹമുണ്ട് സ്കൂൾ നടത്താണ്ട്. ഞാൻ കേരള സംഗീത അക്കാദമിയോട് ഞാൻ ചോദിച്ചായിരുന്നു, ഇങ്ങനെ സ്കൂളായിട്ട് കൊച്ചുങ്ങളെ പഠിപ്പിച്ച് നടത്തണ കാര്യത്തിൽ പറയും പഠിപ്പിക്ക് എന്നോട് പറയും. പക്ഷെ നമുക്ക് സിനിമയും ഇതെല്ലാം കൂടി ആകുമ്പോൾ അല്ല ചേച്ചി, ഞാൻ പറയാൻ കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ തന്നെ ഞാൻ തന്നെ ചേച്ചിയോട് ചോദിക്കേണ്ടി വന്നു അതിന്റെ വ്യത്യാസം എന്താണെന്ന്. ഇപ്പം എന്റെ ജനറേഷനിൽ പോലും മനസ്സിലാവാതെ പോകുന്ന ഒരു സത്യമാണ് ഈ ഒരു കലയെക്കുറിച്ച്. അപ്പൊ ഇനി വരുന്ന തലമുറയ്ക്ക് പോലും ആ ഒരു കലയെ പറ്റി മനസ്സിലാക്കും. ഞാനിങ്ങനെ ഈ കല ഒരു തൃശ്ശൂർ ഒരു കോളേജിൽ ഞാൻ പഠിപ്പിച്ചായിരുന്നു. പഠിപ്പിച്ച് നാടകം വൻ വിജയമായിരുന്നു. ആ കുട്ടികൾക്ക് ഫസ്റ്റ് നേടിക്കൊടുത്തു ആ നാടകം. ഫസ്റ്റ് നേടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം പിള്ളേർ എനിക്ക് തന്നെ പറഞ്ഞു, ഈ നാടകം എവിടെ കളിച്ചാലും ഞങ്ങൾ വരാം, മേഡം പഠിപ്പിച്ച വന്നിരിക്കും ഞങ്ങളെന്ന് എന്ന് പറഞ്ഞ്. ഞാൻ നോക്കട്ടെ, ഞാൻ പഠിപ്പിക്കാം. ഇപ്പോഴും എല്ലാവരും എല്ലാ ചവിട്ടടക്കാരും ചവിട്ടടത്തിന് തുടങ്ങുമ്പോഴേക്കും ആദ്യം എല്ലാവരും എന്നെ വിളിക്കുന്നുണ്ട്. പിന്നെ പറയാതെ ബഹുജനം പല വിധത്തിലല്ല പറയുന്നത്. ഞാൻ ചവിട്ടോടാൻ പഠിക്കുന്ന സമയത്ത് റിഹേഴ്സൽ ഞാൻ അന്നേ കാലത്ത് ചില സമയത്ത് എനിക്ക് കിട്ടുന്നത് പഠിക്കാൻ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നത് 15 രൂപയും. ഒരു 15 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. സ്റ്റേജ് കയറിയാൽ നമുക്ക് കിട്ടുന്ന 150 രൂപയും. അപ്പോൾ നമ്മളൊരു വൈകിട്ട് ഒരു 9 മണിയാകുമ്പോൾ നമ്മൾ സ്റ്റേജിൽ കയറിയാൽ പിറ്റേ ദിവസം നേരം വെളുത്ത് 5 മണിയാകുമ്പോൾ സ്റ്റേജിൽ നിന്ന് നമുക്ക് ഇറങ്ങാൻ പറ്റും. ആ നേരം വരെയും ചിലപ്പോൾ 10-22 ആണുങ്ങളോട് നമ്മൾ അഭിനയിക്കേണ്ടി വരും. ചിലപ്പോൾ 1 പെണ്ണുണ്ടാവും, ചിലപ്പോൾ 2 പെണ്ണുണ്ടാവും, ചിലപ്പോൾ 3 പെണ്ണുണ്ടാവും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഓരോരുത്തരുടെ അടുക്കലും ഓരോ രീതികളാണ് നമ്മൾ പാടി അഭിനയിക്കേണ്ടത്. ഇപ്പം മാക്കടിക്ക് വന്നു കഴിയുമ്പോൾ ഞാൻ എൻ്റെ മകളല്ലേ, മാക്കടിക്കോ എന്നുള്ള ഒരു സങ്കട സീന് അല്ലെങ്കിൽ സന്തോഷമായ സീന്, ഒന്നു അമ്മ ചൊല്ലിടും വാക്ക് കേൾക്കേണേ പൊന്മകളെ നീ, ആ ഒരു വാത്സല്യപ്പാട്ട്. മറ്റൊരുത്തടിക്ക് ചെന്ന് കഴിയുമ്പോൾ എന്താണിത്ര വന്നിടുവാൻ കാര്യമേതി ചൊൽക വീരാതയോടെ നീ ചൊൽക
ഇന്നാൽ കേൾക്കാൻ ഞാനും. അപ്പം അവനോടുള്ള ആ ഒരു ഇത്, മകളോടുള്ള വാത്സല്യം, പിന്നെ ഒരുത്തം മറ്റൊരുത്തം വന്നിട്ട് ശത്രുത, അപ്പൊ അവരോടുള്ള അരിശം, അപ്പം അവരോട്ടുള്ള ഫൈറ്റ്, അവരോട്ടുള്ള സ്റ്റണ്ട്, ഇതൊക്കെയെല്ലാം നമ്മൾ ആ ഒരു ടൈമിന് നമ്മൾ അഭിനയിക്കണം. അപ്പം നമുക്ക് സ്റ്റേജിൽ നിന്ന് മാറാൻ അധികം സമയം കിട്ടൂല. ഓക്കെ. അല്ല, അപ്പൊ ഞാൻ ചേച്ചിയോട് ഈ സ്കൂൾ ഇടാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ കലകളൊക്കെ അന്യം നിന്ന് പോവാതിരിക്കാൻ വേണ്ടി ഇപ്പൊ വരുന്ന ജനറേഷനിലെ കുട്ടികൾക്കും പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ടാവും. തീർച്ചയായിട്ടും ഗവൺമെന്റ് കൂടി തന്നെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു ക്ലബ്ബ് പോലെ തന്നെ നമ്മൾ കൊല്ലം നാടകം ചെന്നടിപ്പ നമ്മുടെ ജോസഫ് അച്ഛൻ ഇപ്പം കേരള സംഗീത അക്കാദമിയുടെ അവാർഡൊക്കെ വാങ്ങിച്ച് നല്ല, ഇന്നിപ്പോൾ ആ അച്ഛനാണ് ഈ ചവിട്ടുകട നിലനിർത്തിക്കൊണ്ട് പോകണം. ആ അച്ഛൻ ഫസ്റ്റിൽ പഠിപ്പിക്കുന്നത് തിരയും തീരക്കാറ്റും എന്ന് പറഞ്ഞ് ചവിട്ടുകടവും. അപ്പം ഞാൻ ഒരുപാട് പെണ്ണുങ്ങൾ അച്ഛൻ്റെ അവിടെ കൊണ്ടുവന്നെങ്കിലും അച്ഛൻ ആ പെണ്ണുങ്ങൾ ആരും ഇഷ്ടപ്പെട്ടില്ല, പാടിയിട്ടൊന്നും കേൾക്കണില്ല, ഇങ്ങനെയൊക്കെയുള്ള ഇതായിരുന്നു. ലാസ്റ്റ് അച്ഛൻ എന്നെ വിളിപ്പിച്ചു. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അച്ഛന് ഭയങ്കര ഇഷ്ടമായി. അച്ഛന് ശ്വാസം മുട്ടിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല, അച്ഛനിങ്ങനെ കിടക്കണേ. അപ്പം അച്ഛന് പറഞ്ഞു, നീ ഒരു പാട്ട് പാടാൻ പറഞ്ഞു. ഞാൻ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, എനിക്കിവിടെ മതി, വേറെ ആരും വേണ്ട എന്ന് പറഞ്ഞു. അച്ഛൻ്റെ നാടകത്തിൽ തിരയും തീരക്കാറ്റും, എന്നാൽ ശരിക്കും ആ തിരയും തീരക്കാറ്റും എന്ന് വെച്ചാൽ ആ ഒരു നാടകത്തിൻ്റെ കഥയെന്ന് തന്നെ പറഞ്ഞാൽ, പണ്ട് മത്സ്യത്തൊഴിലാളികൾ ബോട്ടരി വന്ന് കഴിയുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ ചെന്നിട്ട് ബോട്ട് കത്തിച്ച് കളയുകയും, അങ്ങനത്തെ ആ ഒരു കാലഘട്ടത്തിലുണ്ടായ ഒരു സിനിമയാണ്. അതുപോലെ സാക്ഷരത ടീച്ചർ, പഠിക്കാൻ പോകാത്തതുകൊണ്ട് സാക്ഷരത ടീച്ചർ, ആ ടീച്ചറായിട്ടാണ് ഞാൻ അതിനകത്ത് അഭിനയിച്ചത്. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിലുണ്ടായ ഒരു നാടകമായിരുന്നു ഞാൻ അഭിനയിച്ചത്. ആ നാടകം ഞങ്ങൾ കളിച്ചു, വൻ വിജയം അച്ഛനെ നേടിക്കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ പിന്നെ ഒരുപാട് നാടകങ്ങൾ, അച്ഛനിങ്ങനെ പുതിയ നാടകങ്ങൾ, ഓരോരുത്തരുടെ നാടകങ്ങൾ മേടിച്ചിട്ട് അച്ഛനത് അച്ഛൻ്റെ ആയിട്ടുള്ള രീതിയിൽ അച്ഛനത് കയ്യിലാക്കിയത്. മനസ്സിലായി. അപ്പം അതിന് എനിക്ക് അതുപോലെ താല്പര്യം എനിക്കില്ല. അച്ഛൻ വിചാരിച്ചെങ്കിൽ ഇപ്പം എനിക്ക് പെൻഷനുകൾ മേടിച്ചു തരാറുണ്ട്. അച്ഛൻ വിചാരിച്ചെങ്കിൽ എനിക്ക് പെൻഷൻ മേടിച്ചു തരാറുണ്ട്. അച്ഛൻ ഇപ്പോഴും വിചാരിച്ചില്ല. അച്ഛൻ എനിക്ക് 1999 ചവിട്ടുനാട് കേരള സംഗീത അക്കാദമിയുടെ ഫസ്റ്റ് അവാർഡ് മേടിക്കണമെന്ന് ഞാനാണ്. ഈ ചവിട്ടുനാട രംഗത്തിൽ വെച്ചിട്ട് കേരള സംഗീത അക്കാദമിയുടെ അവാർഡ് ഫസ്റ്റ് മേടിക്കുന്നവൾ ഞാനാണ്. അച്ഛൻ തന്നെ കിടുങ്ങിപ്പോയി. കാരണം 7 തിരികത്തിൽ നിന്നൊരു നിലവിളക്ക് തലയിൽ 2 കയ്യിൽ താലവും വെച്ച് ഞാൻ കിടന്ന് പാമ്പാടുന്ന പോലെ ആടിയാൻ എണീറ്റ് വന്ന് ഞാൻ ആ കാലത്ത് തന്നെ ചവിട്ടുനാടകത്തിൻ്റെ കവത്തം ചവിട്ടിയപ്പോൾ തന്നെ അച്ഛനെ പിടി മുഴുവൻ വിട്ടു. ഇത്ര കഴിവുണ്ടോ എനിക്കെന്നാണ് എന്നോട് ചോദിച്ചത്. ശരിക്കും ഞാൻ ഫാരിസ് സ്കൂൾ കുലുങ്ങിപ്പോയി. ഞാനോർത്തിന് ഇടിയോട്ടും മഴയും പെയ്യാൻ പോകണം സൗണ്ട് കേട്ടോ. പക്ഷേ ജനങ്ങളുടെ ആ ഒരു ആർത്തി വിളിയായിരുന്നു ആ സമയത്ത്. നമ്മൾ അഭിനയിച്ച് നമ്മുടെ ഗുരുനാഥന്മാരുടെ ശാപയാക്കാത്തതുകൊണ്ട്, ദൈവം നമ്മളെ അനുഗ്രഹിക്കണമുണ്ടും നമ്മളവിടെ മോശമായില്ല, നമ്മളെ വൻ വിജയത്തിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ എനിക്ക് അവാർഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ ധ്യാനം നടത്തി, കാറ്റാടിക്കടപ്പുറത്ത് അച്ഛൻ ധ്യാനം നടത്തി കഴിഞ്ഞപ്പോൾ അച്ഛൻ അവിടെ എന്നെ വിളിപ്പിക്കുകയും അച്ഛൻ വലിയ ഒരു അംഗീകാരം തരികയൊക്കെ എന്നെ ചെയ്തായിരുന്നു ജോസഫച്ഛൻ. പക്ഷെ ഇത്രയും ചെയ്ത അച്ഛൻ എന്തുകൊണ്ട് നമ്മളെ എന്തുമാത്രം ആൾക്കാർക്കാണ് അച്ഛനിപ്പം പിന്നെ പെൻഷൻ കൊടുക്കുന്നത്, എന്തുകൊണ്ട് നമുക്ക് തന്നില്ല? ചേച്ചി ചോദിച്ചില്ലേ? നമ്മൾ ചോദിക്കണം എന്തിനാണ്? നമ്മുടെ ജീവിത ചരിത്രം കംപ്ലീറ്റ് അറിയാമെന്നാണ് അച്ഛന്. ഞാൻ ശരിക്കും കൂലിപ്പണിയെടുത്ത് ജീവിച്ചവളാണ്. ഞാൻ കരിങ്കല്ലും ഇട്ട് ചുവന്ന് ജീവിച്ചവളാണ്. ഞാൻ ഈ സിനിമ ഫീൽഡിലേക്ക് വരുമെന്നതിൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചവളല്ല. അത്രയ്ക്കും കഷ്ടപ്പാട് ദുരിതത്തിൽ കൂടി ജീവിച്ചവളാണ് ഞാൻ ഇന്നലെ സിനിമ നടിയായത്. ഇതിനു മുമ്പ് ഞാൻ പഴയ മോളി തന്നെയല്ലേ. അതെ. അപ്പം പിന്നെ അച്ഛൻ എന്നെ മറന്നില്ലേ ഇവിടെ.